ഫോൺ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം കാണിക്കുന്നു, ഫോണെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് അഗ്രസീവായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നു. ഇതെല്ലാം കൊണ്ട് നമുക്ക് നല്ല അഡിക്ഷൻ ഉണ്ടെന്ന് തിരിച്ചറിയാം. ചായയോട് അഡിക്ഷൻ ഉള്ളവരുണ്ട്, അത് നിർത്താനേ പറ്റില്ല. അത് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും, തല കറങ്ങുന്നവരുണ്ട്, ദിവസം 5 നേരം ചായ കുടിക്കുന്നവരെ എനിക്കറിയാം. നമ്മൾ പലതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില ഹാബിറ്റ്സ് തുടങ്ങുന്നത്, ചില ശീലങ്ങൾ തുടങ്ങുന്നത്. അപ്പൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങിയവരുണ്ട്. ആ മേഖലയിലാണ് ആ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അഡിക്ഷൻ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ പലർക്കും പലതിൽ അഡിക്ഷൻ ഉണ്ട്. അതെ, അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അടിമത്തം എല്ലാ കാലത്തും മനുഷ്യനെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യുന്നു. ഒപ്പത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സിസ്റ്റർ സ്വാഗതം. അടിമത്തം മനുഷ്യനെ, എനിക്ക് തോന്നുന്നു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത് തന്നെ അവന് പലതിനോടുള്ള ഒരു അഡിക്ഷൻ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ചുറ്റുപാടും ഉണ്ട് അഡിക്ഷൻ എന്ന് പറയുന്ന ടേം എപ്പോഴും. ശരിക്കും എന്താണ് ഈ അഡിക്ഷൻ? അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ ചില പെരുമാറ്റങ്ങൾ, ചില പ്രവൃത്തികൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക, അല്ലെ ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റാത്ത ഒരവസ്ഥ വരിക. അത് ചില വ്യക്തികളോടാകാം, അല്ലെങ്കിൽ ചില പ്രവൃത്തികളോടാകാം, ചില കാഴ്ചകളോടാകും. നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വരുത്തുന്ന കുറെ കാര്യങ്ങൾ, അതിലേക്കൊരു അടിമത്തത്തിലേക്ക് പോകുന്ന പ്രവൃത്തികള്, അല്ലെങ്കിൽ വ്യക്തികള്, അല്ലെ സബ്സ്റ്റൻസസ്, ചില പദാർത്ഥങ്ങളോട്, ചില ഭക്ഷണങ്ങളോട്, ചില കാര്യങ്ങളോട് നമുക്കത് ചെയ്യാതിരുന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് നമുക്ക് അഡിക്ഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പൊതുവെ അഡിക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ കൂടുതലും സിസ്റ്ററെ മദ്യപാനത്തിനെ പറ്റി പറയും, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതിനൊക്കെയാണ് നമ്മളൊരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈവൻ നമുക്കൊരാൾക്ക് ചായയോട് അഡിക്ഷൻ ഉള്ളവരുണ്ട്, അത് നിർത്താനേ പറ്റില്ല. അത് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും, തല കറങ്ങുന്നവരുണ്ട്, ദിവസം 5 നേരം ചായ കുടിക്കുന്നവരെ എനിക്കറിയാം, കാപ്പി. അപ്പൊ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പല അഡിക്ഷൻസും ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പലതിനോടും ആകാം. സിസ്റ്റർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അഡിക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയ ഡോപ്പമിൻ, ആ ഡോപ്പമിന്റെ ഉൽപാദനം കൂടുമ്പോൾ അതൊരു റിവാർഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, അത് ആ ഡോപ്പമിന്റെ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഡോപ്പമിൻ, സീറോട്ടോണിൻ, നോറെപ്പോനെഫ്രിൻ, അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഉൽപാദനം. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡ് എന്ന് പറയുന്നത് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, ടീച്ചേഴ്സ് അഭിനന്ദിക്കും, വീട്ടിലെ സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു, റിവാർഡ് കിട്ടും. അപ്പൊ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമിൻ. നമ്മൾ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു പ്ലഷർ, അപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഡോപ്പമിനാണ്. അപ്പൊ നമ്മള് ഒരു അഡിക്ഷന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ അഡിക്ഷൻ നെഗറ്റീവ് ആണ് അതിൽ തന്നെയെങ്കിലും അതൊരു രോഗമായിട്ട് കാണാം. പലതിൻ്റെയും നമുക്ക് സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ അവസ്ഥയാണ്. അതിന്റെ അടിത്തട്ടിൽ വേറെ ഇഷ്യൂസ് കാണാം. ഈ അഡിക്ഷനിലേക്ക് ഞാൻ പോകാനുള്ള കാരണങ്ങൾ വേറെ, റൂട്ട് കോസ് വേറെ ആയിരിക്കും. അപ്പൊ ഈ തലച്ചോറിൽ നമുക്കിപ്പം നമ്മുടെ ഒറ്റപ്പെടലിനെ മറക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് അപ്പൊ നമ്മൾ കീപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോപ്പമിൻ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ റിവാർഡ് ആ താൽക്കാലികമായിട്ടുള്ള സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ അത് പലതിനെ ബാധിക്കുവാണല്ലോ. അതുകൊണ്ടാണല്ലോ അതിന് അഡിക്ഷൻ, അത് ഹാനികരമാണ്. അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സഹായിക്കുന്നില്ല, അല്ലെ നമ്മുടെ ആത്മാവിന് അത് സഹായകമാകുന്നില്ല. അത് മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ എല്ലാം ബാധിക്കുന്നതാവുന്നു, അല്ലെ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതാവുന്നു, ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ബാധിക്കുന്നതാവുന്നു. അങ്ങനെയുള്ളതാകുമ്പോഴാണ് അത് അഡിക്ഷൻ ഉള്ളതാവുന്നത്. അപ്പൊ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ആ കെമിക്കൽ, ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാതെ ഉത്തേജിപ്പിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ
ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാള് ഒരു ചെറിയ അളവിലായിരിക്കും തുടങ്ങുന്നത്. ഉം. അപ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഉം. കുറച്ച് നാൾ ആ സെയിം അളവ് എടുത്തു കഴിയുമ്പം ആ ഡോപ്പമിൻ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല. ഉം. അപ്പോൾ പ്ലഷർ കിട്ടാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കും. ഉം. അപ്പോൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കൽ കൂടുതൽ സന്തോഷത്തിന് വേണ്ടി ഉം. അങ്ങനെ അതിന്റെ അളവ് കൂട്ടി കൂട്ടി ഒരു സമയത്ത് ഒരിക്കലും അത് സന്തോഷം തരാത്ത ഡോപ്പമിൻ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ സ്പൈക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ. നമ്മൾ ഈ ആവർത്തിച്ച് ചെയ്യുന്നത് പലതിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസം ആകാം. നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ചില റിയൽ ലൈഫിലെ ചില പ്രോബ്ലംസിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകാം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില ഒറ്റപ്പെടൽ വേദനകൾ, അല്ലെങ്കിൽ നമ്മളെ റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന ചിലതിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടലിന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രചോദനത്തിൽ നിന്നാകാം. പക്ഷേ ആവർത്തിച്ച് അത് ചെയ്യുമ്പോൾ ഈ ഡോപ്പമിൻ കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ആ പ്ലഷറുണ്ട്. ആ പ്ലഷർ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഈ ഡോപ്പമിൻ മാത്രമാണോ അതിന് പ്രശ്നമായിട്ട് വരുന്നത്? അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ പല അഡിക്ഷൻസ് ഉണ്ട് അല്ലേ? മൊബൈലുണ്ട്, അല്ലെ ആൽക്കഹോൾ ഉണ്ട്, പോണോഗ്രഫി ഉണ്ട്, ഗെയിംസ് ഉണ്ട്, പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഈ അഡിക്റ്റീവ് ബിഹേവിയറിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റം. അതിന് കിട്ടുന്ന റിവാർഡ് കിട്ടുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളത്. അതിന്റെ ഒരു കീ കെമിക്കൽ ആയിട്ടുള്ളതാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഡോപ്പമിൻ അത് നമുക്ക് പ്ലഷർ, മോട്ടിവേഷൻ ഒക്കെ തരുന്ന ഒരു കെമിക്കലാണ്. തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. അതുപോലെ തന്നെ ഒരെണ്ണമാണ് സീറട്ടോണിൻ. സീറട്ടോണിന്റെ കുറവ് ഉത്കണ്ഠയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ സീറട്ടോണിൻ എന്ന് പറയുന്ന ആ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇതൊക്കെ നമ്മൾ അനിയന്ത്രിതമായിട്ട് നമ്മൾ തന്നെ ഉത്തേജിപ്പിക്കുമ്പോൾ അതാണ് അഡിക്ഷന്റെ ഒരു ബ്രെയിനിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി ലോ ആകുന്ന ഒരാൾക്ക് ലോൺലിനെസ് ഉണ്ടാവും. ഇമോഷനായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കണം ഒറ്റപ്പെടൽ, എനിക്ക് ആരുമില്ലെന്നുള്ള ചിന്ത. അപ്പൊ ഈ വൈറ്റമിൻ ഡിയും സീറട്ടോണിനുമായിട്ട് ബന്ധമുണ്ട്. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലാണ് സീറട്ടോണിന്റെ ഉൽപാദനവും നന്നായിട്ടാവുന്നത്. ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം ഈ വൈറ്റമിൻ ഡിയും സീറട്ടോണിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ നമ്മുടെ ബ്ലഡിലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ചില പ്രശ്നങ്ങൾ, അല്ലെ നമ്മുടെ വൈറ്റമിൻസിന്റെ കുറവ് പോലും നമ്മളുടെ ഈ അഡിക്ഷനുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശീലങ്ങളാണല്ലോ, നമ്മുടെ ഹാബിറ്റ്. പല പ്രാവശ്യം അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ ഡോപ്പമിന്റെ ഉൽപാദനം കൂടി വരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള സന്തോഷം ഉണ്ടാവും. ഫസ്റ്റ് ഒരു ചെറിയൊരു സംശയം ചോദിക്കുകയാണെ. അപ്പൊ ഈ ഒന്നിനോട് അഡിക്ഷൻ ഇല്ലാത്ത ആൾക്കാർ കാണുമല്ലോ, അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഡോപ്പമിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊരു നോർമൽ ലൈഫ് ആയിരിക്കുമോ? കുറച്ചെങ്കിലൊക്കെ നമുക്കൊരു പ്ലഷറൊക്കെ ചില സമയത്ത് കിട്ടണം തോന്നൂലേ? അപ്പൊ അതെങ്ങനെയാ, അതിനെ പറ്റി എന്ന് പറയാം. നോർമലായിട്ട് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളില്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴുണ്ട്, നമ്മൾ കളിക്കുമ്പോഴുണ്ട്, നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പോഴുണ്ട്, നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോഴുണ്ട്. ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. നമ്മൾ അൺഹെൽത്തി ആയിട്ട് ഈ ഡോപ്പമിൻ സ്പൈക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഇംബാലൻസ് വരിക. നോർമലി നമ്മളിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന ഹെൽത്തി ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടല്ലോ. ഇത് അൺഹെൽത്തി കാര്യങ്ങളിലേക്ക് നമ്മുടെ കോപ്പിംഗ് മെക്കാനിസം അൺഹെൽത്തി ആകുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സർസൈസ് ചെയ്യാം. നമ്മുടെ ചില ബുദ്ധിമുട്ടുകളെ മാറ്റാം. അല്ലെ ഇച്ചിരി നേരം പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നേരം മൂവി കാണുന്നതിന് കുഴപ്പം, അങ്ങനെയല്ല. പക്ഷെ അത് നമ്മൾ ആവർത്തിച്ച് അതിന്റെ ഒരു അടിമത്തത്തിൽ പോകുന്നതിനെയല്ല അഡിക്ഷൻ എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ ബാധിക്കും. ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പഠനത്തിൽ പുറകോട്ടാവും. ആ കുട്ടി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വരത്തില്ല. ഇത് കീപ്പ് വാച്ച് ചെയ്തോണ്ടിരിക്കും, അല്ലെ കണ്ടോണ്ടിരിക്കും, അല്ലെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് പുവർ സ്ലീപ്പ് ഹൈജീനെ ബാധിക്കുന്നു. ഇപ്പൊ ഉറക്കം കൃത്യസമയത്ത് ഉറങ്ങിയില്ല, കൃത്യസമയത്ത് എഴുന്നേക്കാൻ പറ്റാതെ വരുന്നു. ഇനി ഇത് കണ്ടില്ലെങ്കിൽ, അല്ലെ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥത, ഇറിറ്റബിലിറ്റി ഉണ്ടാവുന്നു, അഗ്രഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണുമ്പോഴാണ് ഇമോഷൻസിലെല്ലാം വ്യത്യാസം വരുന്നു, നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലാവുന്നു. അപ്പൊ അവൻ ഓരോ പ്രായത്തിലും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റികളില്, ബന്ധങ്ങളിലൊക്കെയുള്ള തകർച്ചകളും പരാജയങ്ങളുമാണ് അഡിക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിന്റെ തെളിവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു കൗമാരക്കാരനായ കുട്ടിയാണെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും ഇങ്ങനെ സാധനം വാങ്ങിക്കാൻ. അപ്പൊ കള്ളത്തരങ്ങൾ, മോറൽ ലൈഫിൽ പ്രശ്നം ഉണ്ടാകും. അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് അനുസരണക്കേട് കാണിക്കും, കള്ളത്തരങ്ങൾ കാണിക്കും, പഴയതുപോലെ പഠിക്കാതിരിക്കുന്നു,
ഒളിച്ചു കളിയുണ്ട്. ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം കാണിക്കുന്നു. ഫോൺ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് അഗ്രസീവായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നു. ഇതെല്ലാം കൊണ്ട് നമുക്ക് നല്ല അഡിക്ഷൻ ഉണ്ടെന്ന് തിരിച്ചറിയാം. പിന്നെ സിസ്റ്റർ, എൻ്റെ ഒരു സംശയമാണ്, അതായത് ഇപ്പൊ എനിക്കൊരു പാട്ട് കേൾക്കുന്ന ശീലമുണ്ട്. അപ്പൊ അതിനെ അഡിക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് മറ്റാരും ഉപദ്രവിക്കുന്നില്ല, ഇപ്പൊ എന്റെ തന്നെ കരിയറിനെ ഒന്നും ഉപദ്രവിക്കുന്നില്ല. എന്നാലും അത് നിർത്തണം എന്ന് എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഇപ്പം 2 ദിവസം ഹെഡ്സെറ്റ് ഞാൻ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പോകുമ്പോൾ ഹെഡ്സെറ്റ് എടുക്കാതെ പോകാറുണ്ട്, ഈ പാട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും എനിക്കത് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഫോണിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് പാട്ട് കേൾക്കും. അപ്പൊ അതൊരു അഡിക്ഷൻ തന്നെയാണോ? ലിനിറ്റ് ചിന്തിക്കുവാണ്, എനിക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നിയാൽ ഞാൻ പാട്ട് കേൾക്കുന്നില്ല. പാട്ട് കേൾക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സന്തോഷമുണ്ട് അല്ലേ? ആ പാട്ട് കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള, അതായത് ലിനിറ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുവോ, ഇപ്പൊ പഠിക്കേണ്ടത് പഠിക്കാതിരിക്കുവോ, ടീച്ചിങ് നോട്ട്സ് എഴുതാതിരിക്കുവോ, അങ്ങനെ എന്തെങ്കിലും ലൈഫിനെ ഇമ്പയർ ചെയ്യുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ ഈ പാട്ട് കേൾക്കുന്നതുകൊണ്ട്? വല്ലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ പലതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില ഹാബിറ്റ്സ് തുടങ്ങുന്നത്, ചില ശീലങ്ങൾ തുടങ്ങും. ഇപ്പൊ നമ്മുടെ ചില വേദനകളെ മറയ്ക്കാൻ, നമ്മുടെ ഒറ്റപ്പെടലിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്യക്തിത്വത്തിലെ ചില ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് അല്ലെ ചിന്ത, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഉള്ള ചില കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്ന ശീലങ്ങളാണ് നമ്മളെ അഡിക്ഷനിലേക്ക് നയിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു. ഇപ്പം ഉദാഹരണത്തിന് വിവാഹിതയായ ഒരു സ്ത്രീ ജോലി കഴിഞ്ഞ് വന്ന് ഫുൾ ടൈം പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ഹസ്ബൻഡിനോട് നന്നായിട്ട് സംസാരിക്കുന്നില്ല, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, കുട്ടികളുമായിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കേണ്ട സമയത്ത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫുൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു, അവൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ ബാധിക്കുന്നു. അങ്ങനെയെല്ലാം വരുമ്പോഴാണല്ലോ നമ്മളൊരു അഡിക്ഷൻ ആണെന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മളെ കുറച്ചുകൂടെ സൂത്ത് ചെയ്യുന്ന, ഹാനികരമല്ലാത്ത, ഇപ്പൊ ഡിവോഷണൽ സോങ് കേൾക്കുമ്പോൾ അത് നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കുന്നുണ്ട്, നമ്മുടെ കുറച്ച് ടെൻഷൻസ് ഒക്കെ മാറുന്നുണ്ട്, എന്നെ റിലാക്സ്ഡ് ആക്കുന്നുണ്ട്, അതെനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഉത്തരവാദിത്തം നന്നായിട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അഡിക്ഷൻ ഉള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. എൻ്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളെ, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ, എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ, എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ ജോലിയെയൊക്കെ ആകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അഡിക്ഷനാണ്. ഞാൻ ആ അഡിക്ഷനിലേക്ക് പോകാനുള്ള റൂട്ട് കോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഫ്രീ അല്ലാതാക്കുന്ന എന്തെങ്കിലും കാര്യം എന്നെ ബോധർ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ പാട്ട് കേൾക്കുന്ന അല്ലാതെ എന്തെങ്കിലും എനിക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അതുകൂടെ മാറി ചെയ്യാം, ഈ ഒരു കാര്യം തന്നെ ചെയ്യാതെ. ചിലപ്പോ നടക്കാൻ പോകുന്നതായിരിക്കാം, നടക്കാൻ ഇഷ്ടമാണോ? അപ്പൊ നടക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ കുറച്ച് നടന്നു വരുമ്പം എനിക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആകാൻ പറ്റുന്നുണ്ട് എക്സർസൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇച്ചിരി നേരം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് പകരം. അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ അഡിക്ഷൻ ആകണമെന്നില്ല. ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചുകൂടെ നമുക്ക് വിലയിരുത്താം. സിസ്റ്റർ, പിന്നെ നമ്മളെ അഡിക്ഷൻ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ പലർക്കും പലതിൽ അഡിക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാ കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇതിനെങ്ങനെയാണ് ഒന്ന് നിർത്താൻ പറ്റാന്നൊന്ന് പറയാം? തീർച്ചയായിട്ടും. അഡിക്ഷൻ, ഇപ്പൊ ആൽക്കഹോളിസം ഒരു രോഗമാണ് അല്ലെ? ഈ രോഗം എനിക്കുണ്ട്, എനിക്കൊരു അഡിക്ഷൻ ഉണ്ടെന്ന് എന്റെ തിരിച്ചറിവാണ്. പലപ്പോഴും എൻ്റെ അഡിക്ഷന്റെ പുറകിലുള്ള കാര്യം എന്നാന്നാ ഞാൻ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഞാൻ ഈ അഡിക്ഷനിലേക്ക് എത്തപ്പെടാനായിട്ടുണ്ടായ കാരണം, അപ്പൊ ഒരു അഡൾട്ടിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചൈൽഡ്ഹുഡ് തന്നെയായിരിക്കും. ഉദാഹരണത്തിന് പോണോഗ്രഫി വാച്ച് ചെയ്യുന്ന ഒരാൾ, ഇപ്പം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ കുറ്റമറ്റതായിരിക്കും. അപ്പൊ എൻ്റെ കണ്ണിന്റെ ആ കാഴ്ചയെ, ഇപ്പൊ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ എന്തിലൂടെയൊക്കെയാ കടന്നു പോയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇത് പലരെയും കൗൺസിലിംഗ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലരൊക്കെ അപ്പൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങിയവരുണ്ട്. ആ മേഖലയിലാണ് ആ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. ഇനിയും ചിലരെ അഡൾട്ട്സ് ആയിട്ടുള്ളവര്, ചെറിയ കുട്ടികളെ, അതായത് 18 വയസ്സിൽ താഴെയുള്ളവരെ, അല്ലെ 21 വയസ്സെന്ന് തന്നെ നമുക്ക് പറയാം, തലച്ചോറ് പൂർണ്ണ വളർച്ചയിലെത്തുന്നതിന് താഴെയുള്ള സമയങ്ങളിൽ അഡൾട്ട്സ് അത് കാണിച്ചവര്, ദുരുപയോഗിച്ചവരൊക്കെ ഇതിലേക്ക് എത്തപ്പെട്ടവരുണ്ട്. അപ്പൊ പല കാരണങ്ങളുണ്ടാകാം. ദുരുപയോഗിക്കപ്പെട്ടവരുണ്ട്, പല വേദനകളെ മറയ്ക്കാൻ വേണ്ടി ഇതൊരു ആ ഡോപ്പമിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പ്ലഷർ, സന്തോഷം കൊടുക്കുന്നത്, അങ്ങനെ ആവർത്തിച്ച് ശീലമായി പോയവരുണ്ട്.
ഇനിയും ജനിതകമായിട്ട് ഇപ്പം പുകവലി, മദ്യപാനം അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ അപ്പനും അമ്മയും ഒക്കെ സ്നേഹം, ഇമോഷണൽ നെഗ്ലക്റ്റ് അനുഭവിക്കുന്ന കുട്ടികൾ, അതായത് വൈകാരികമായിട്ട് എല്ലാം ഉണ്ട്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ വൈകാരിക ആവശ്യങ്ങളൊന്നും നിർവഹിക്കപ്പെടുന്നില്ല, സ്നേഹിക്കപ്പെടുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല, ബഹുമാനിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ അത് അവർ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്തുക. ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി, അവരിൽ നിന്ന് സ്നേഹം കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു, അങ്ങനെ അതിലേക്ക് ഉള്ള അടിമത്തത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇനിയും പിന്നെ പൈസ, ചെറിയ കുട്ടികൾക്ക് അമിതമായിട്ട് പേരൻസ് പൈസ എടുക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള സാഹചര്യം കൊടുക്കുമ്പോൾ അവര് ചിലപ്പോൾ ചെന്ന് പെടുന്നത് ലഹരിയുടെ ഒരു ലോകത്തേക്കായിരിക്കും. അപ്പം നമ്മളെല്ലാ കാര്യത്തിനും പേരന്റൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കുട്ടികൾക്ക് ഏത് പ്രായത്തിൽ എന്തൊക്കെ കാണാമെന്ന്, ഇപ്പം ഉദാഹരണത്തിന് ഇന്ന് ഫോണ്, മൊബൈല്, പലരും പേരൻസ് അടുക്കളയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ കുട്ടി ശാന്തമായിട്ടിരിക്കാൻ ചെയ്യുന്ന ഒരു ഉപാധി എന്താ? ഫോൺ കൊടുക്കും. അത് ഭയങ്കര അൺഹെൽത്തി അല്ലേ? കാരണം ആ കുട്ടിക്ക് തലച്ചോറിന് ആ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രമാണോ ഈ അമ്മയുടെ അപ്പന്റെ ഫോണിലുള്ളത്? അല്ല യൂട്യൂബിൽ കയറുമ്പോൾ ഉള്ളത്. ഇപ്പൊ യൂട്യൂബിൽ കയറി കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയുടെ തലച്ചോറിന് ആ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ നമ്മുടെ ഫോണിലുള്ളത്? അല്ലെ പേരന്റൽ കൺട്രോളുള്ള ഫോണാണോ നമ്മൾ കൊടുക്കുന്നത്? ഈ കുട്ടി ഏതൊക്കെ സൈറ്റിൽ എന്തൊക്കെ കാണുന്നു, ഇത് പേരൻസ് നോക്കുന്നുണ്ടോ? അപ്പൊ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ആ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ ഈ കുട്ടികൾ പോകുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ നെഗറ്റീവാണ്. അത് വളരെ നെഗറ്റീവായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. പേരൻസിന്റെ മേഖലയിലുള്ള പേരന്റൽ ഒബ്സർവേഷൻ അല്ലെ പേരന്റൽ കൺട്രോൾ, ആ ഫോണ് അഡൽറ്റിന് വാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികൾ കാണരുതെന്നുള്ള, അല്ലെങ്കിൽ ഫോണ് ഈ നമ്മുടെ സൗകര്യത്തെ പ്രതി കുട്ടികളെ ഫോൺ ഉപയോഗിക്കാൻ ശീലിപ്പിക്കുന്നത്, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് തോന്നുന്നു. അതുപോലെ ബെഡ്റൂമിൽ, ഡൈനിങ് റൂമിലൊക്കെ ഫോൺ ഉപയോഗിക്കരുതെന്നുള്ള ഒരു നിയമം ചെറുപ്പകാലത്ത് തൊട്ട്, അപ്പം മൂത്ത കുട്ടിയെ തൊട്ട് അത് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഉപയോഗിക്കരുതാത്തതെന്ന് കൂടെ പറയണം. അത് തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു, അതായത് നിങ്ങളുടെ കോൺസെൻട്രേഷനെ കുറയ്ക്കുന്നു. കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന പരിശുദ്ധമായ ഒരു അവസ്ഥയുണ്ട് തലച്ചോറിന്, നല്ല ശ്രദ്ധിക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ. ഇപ്പൊ പലർക്കും അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പൊ ഇപ്പോഴത്തെ ആൽഫ ജനറേഷന് ഒരു ഗോൾഡ് ഫിഷിന്റെ അത്രയും പോലും അറ്റൻഷൻ സ്പാൻ ഇല്ലെന്നാണ് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചത്. എനിക്കൊന്നൊരു കോവിഡിന് ശേഷമുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊരു അറ്റൻഷൻ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇപ്പൊ ഒരു ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. പഴയ പോലെ ഒന്നുമില്ല. കുട്ടികൾക്ക് അങ്ങനെ നമ്മളെ വലിയ ഭയമൊന്നുമില്ല, ഉള്ളവരുണ്ടാവുമായിരിക്കാം. അപ്പൊ അവര് ഒരു മിനിറ്റ് പോലും അവര് ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല. ഞാൻ ഒരു ഭൂരിഭാഗം ആളുകളുടെ കാര്യം പറയുന്നത്, ഒരു 5-6 കുട്ടികൾ കാണും അടങ്ങിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും അവരവരുടെ വിശേഷങ്ങൾ പറയും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ഒരു 5 വർഷമായി ഞാൻ ഈ പ്രൊഫഷൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു പ്രോസസ്സാണത്. അപ്പൊ പുവർ അറ്റൻഷൻ ആണ്. ഇപ്പൊ നല്ല അറ്റൻഷൻ, ഇപ്പൊ ഒരു കൗൺസിലിംഗ് സെഷനിൽ പോലും ആക്റ്റീവ് ലിസണിങ് ആണ് ഏറ്റവും വലിയൊരു സ്കില്ല്. ഒരാളെ നമുക്ക് എത്ര നേരം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്, അവർ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അത് നമുക്ക് കൗൺസിലിംഗ് മാത്രമല്ല വേണ്ടേ, ഒരു അപ്പനും അമ്മയും കുട്ടിയുടെ ഒരു നല്ല ലിസണർ ആയാൽ, അല്ലെ ഒരു ഭർത്താവ് ഭാര്യയുടെ നല്ല ലിസണർ ആയാൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ടാൽ, നമ്മൾ ആ പറയുന്നതിനെ ഒന്ന് വില കൊടുത്താൽ, ഒന്ന് റെസ്പെക്ട് ചെയ്താൽ, വാലിഡേറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മൾ കുടുംബജീവിതത്തിലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലൊക്കെ ഉണ്ടായാൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ സോൾവ് ആകും. അത് പുറത്തേക്ക് പോകേണ്ടി വരത്തില്ല, കുട്ടികളെ സ്നേഹം തേടി പുറത്തു പോകേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പൊ ഈ ആക്റ്റീവ് ലിസണിങ് ഒക്കെ കുറയ്ക്കുന്ന ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ, അല്ലെ ശ്രദ്ധിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി കുറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ തലച്ചോറിനെ എങ്ങനെയൊക്കെ ഇത് ബാധിക്കുന്നു എന്ന് പേരൻസ് കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പ്രായത്തില്. അപ്പോൾ അത് നമ്മളും ഉപയോഗിക്കാതിരിക്കണം. നമ്മൾ ബെഡിലിരുന്ന് നമ്മൾ ഫോണ്, യൂട്യൂബ് നോക്കി സിനിമ ഒന്നിച്ച് കാണുന്നതാണെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളും ബെഡ്റൂമിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കേണ്ടി വരും, അല്ലെ ഭക്ഷണ മുറിയിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ ഇനിയത്തെ തലമുറയിൽ ഉണ്ടായില്ലെങ്കിൽ കുട്ടികളെ പല രീതിയിൽ അത് അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് മാത്രമല്ല പല തിന്മകളിലേക്ക് നയിക്കുന്നു. അപ്പൊ പേരൻസ് ആ കുഞ്ഞു നാളിലെ തൊട്ട് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടാന്ന് അവരും അവെയർ ആവണം, അവരത് ചെയ്യാതെ ഇരിക്കണം. കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. സിസ്റ്റർ, ഇപ്പൊ ഒരാൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ട്, അപ്പൊ അയാൾ തന്നെ വിചാരിച്ചിട്ട് അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ആ ആള് എന്തായിരിക്കും ശരിക്കും ചെയ്യേണ്ടത്?
തീർച്ചയായിട്ടും അഡിക്ഷൻ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് അഡിക്ഷൻ ആണെങ്കിൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണല്ലോ. തീർച്ചയായിട്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെന്ന് വീണ്ടും തോന്നുന്നു. വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും, ഇറിറ്റബിലിറ്റി എല്ലാം ഉണ്ടാകും. അപ്പം മാറ്റണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. എക്സ്പേർട്ട് ഹെൽപ്പ് തന്നെ വേണം. ആദ്യം എൻ്റെ ഒരു സജഷൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത്. സൈക്കോളജിസ്റ്റുകൾ സാധാരണയായിട്ട് ഒന്നെങ്കിൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ICD-11 അല്ലെങ്കിൽ DSM അതിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ച് ഇത് അഡിക്ഷൻ ആണോ എന്ന് അസസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അഡിക്ഷനിലാണ് ഈ വ്യക്തി. ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരല്ല ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് ഒരു ട്രീറ്റ്മെന്റ് വേണം, ഡി അഡിക്ഷൻ ഹെൽപ്പ് വേണം. ചിലപ്പോൾ നമുക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ താമസിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ സൈക്കോളജിസ്റ്റിന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പോടെ ചിലപ്പോൾ താമസിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റിന് തയ്യാറാവേണ്ടി വരും. അതിന് ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടും വേണ്ടി വരും. ഇനി അതുകൊണ്ട് മാത്രം അഡിക്ഷൻ നിൽക്കണമെന്നില്ല. ഉദാഹരണത്തിന് ആൽക്കഹോൾ അഡിക്ഷൻ ഡി അഡിക്ഷൻ സെന്ററുകളിലെല്ലാം ഒക്കെ ഇപ്പം ആൽക്കഹോൾ അനോണിമസ് ഗ്രൂപ്പുകളുണ്ട്. അത് അവിടെ പോകണം, കൗൺസിലിംഗ് സ്വീകരിക്കണം. ചിലപ്പം ഒരു ഭർത്താവിനാണ് ഈ അഡിക്ഷൻ എങ്കിൽ ഭാര്യയുടെ സപ്പോർട്ട് അല്ലെ ഭാര്യയും കൗൺസിലിങ്ങിന് പോകേണ്ടതുണ്ടാകും. ഇത് ആൽക്കഹോൾ ഒരു ഡിസീസായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ആ ഡിസീസിന്റെ ഫലമായിട്ട് കൂടെ ഉള്ളവർക്കെല്ലാം ഇതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അവർ കടന്നു പോകുന്ന അവരുടെ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചിലർ എനേബിൾ ചെയ്യുന്നവരായിരിക്കാം, ആ ഒരു അഡിക്ഷനെ എനേബിൾ ചെയ്യുന്ന, അത് അറിയാതെ വരുന്നതാ. അപ്പൊ നമ്മളിലെ എനേബിളിംഗ് ആയിട്ടുള്ള അതിലെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അപ്പൊ ഒരു ഫാമിലി കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ളതുണ്ടാവും. അത് സൈക്കോളജിസ്റ്റുകളിലെ കൗൺസിലിംഗ് നടത്തുന്നവർക്കാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഇന്നത്തെ സെറ്റപ്പില് സൈക്കാട്രിസ്റ്റുകൾക്ക് കൗൺസിലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഈ ഒരു ഡി അഡിക്ഷൻ സെന്ററുകളിലെ മാത്രം ട്രീറ്റ്മെന്റ് കൊണ്ട് പറ്റത്തില്ല. അപ്പൊ കൗൺസിലിംഗ് വിളിക്കുമ്പോൾ പോകണം, കൗൺസിലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. അവിടെയാണ് നമുക്ക് ഈ അഡിക്ഷന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഏതെങ്കിലും ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ട്രോമാറ്റിക് എക്സ്പീരിയൻസസിലൂടെ ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. അത് മാറണമെങ്കിൽ ആ ട്രോമ ഹീൽ ചെയ്യപ്പെടണം. ട്രോമ ഹീൽ ചെയ്യപ്പെടാനുള്ള ചില തെറപ്പികള് ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, സൈക്കോളജിസ്റ്റുകൾക്ക് അറിയാം. അപ്പൊ ആ ട്രോമ ഹീൽ ചെയ്യാനുള്ള കൗൺസിലിംഗ് സെഷൻസ് വേണം. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് അത് പോകേണ്ടത്. ഇനിയും മൊബൈൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടി, അതിനും ഇത് ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ പോകാനായിട്ട് ഇന്ന് അങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഹെൽപ്പ് കിട്ടുന്ന സാഹചര്യമാണ്. അപ്പൊ അത് ആദ്യം പോകേണ്ടത് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ്. എന്നിട്ട് അസസ് ചെയ്തതിന് ശേഷം അവര് റെഫർ ചെയ്യും. ഒരു അഡിക്ഷൻ ഉള്ള ഒരാളെ സൊസൈറ്റി പല രീതിയിലായിരിക്കും കാണുന്നത്. ചിലരോട് ഭയങ്കര സിമ്പതി ആയിരിക്കാം, ചിലർ അവരെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തുന്നുണ്ടാവും. അപ്പൊ ഒരു സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവില് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉള്ള ഒരാളെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഉദാഹരണത്തിന് നമുക്ക് ക്യാൻസർ ശരീരത്തിൽ ബാധിച്ച ഒരാളെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? നമ്മള് സിമ്പതി, തീർച്ചയായിട്ടും നമുക്കൊരു അനുകമ്പ ഉണ്ടാവും. നമ്മൾ ആ രോഗം മാറാൻ പ്രാർത്ഥിക്കും, അല്ലെ ആ രോഗത്തെ നന്നായിട്ട് എടുക്കണമേ എന്ന് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ കരുണ കാണിക്കും, നമ്മൾ സഹായിക്കും. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നിൽക്കും, അവർക്ക് വേണ്ട സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അഡിക്ഷന്റെ മേഖലയും ഒരു മനസ്സിന്റെ ഒരു വേദന, ബുദ്ധിമുട്ട് അല്ലെ ഒരു രോഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരോട് നമ്മൾ കാണിക്കേണ്ടത് എമ്പതിയാ. എമ്പതി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇൻ ടു അതേഴ്സ് ഷൂസ്. അവരായിരിക്കുന്ന പോലെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനോഭാവമാണ്. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എനേബിൾ ചെയ്യുമല്ല, നീ ചെയ്യുന്ന പ്രവൃത്തി നല്ല എന്ന് പറയുമല്ല, നിന്റെ പ്രവൃത്തിയെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വെറുക്കുന്നു, പക്ഷെ നീ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു. ആൽക്കഹോളിസം ഉള്ള ഒരു പിതാവിന്റെ പ്രവൃത്തിയെ ഞാൻ വെറുക്കണ്ടേ, ആ വ്യക്തിയെ അല്ല. വ്യക്തിയെയും പ്രവൃത്തിയെയും രണ്ടായിട്ട് കാണാൻ പറ്റണം. നമ്മൾ സാധാരണ ഒന്ന് ലേബിൾ ചെയ്ത് കള്ളുകൂടിയനാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ലേബിൾ ചെയ്ത് മാറ്റി നിർത്തുക. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത്, അവിടെ ഈശോ കാണിച്ച ഒരു ആണോ എന്നറിയത്തില്ല. വ്യഭിചാരിണിയായ സ്ത്രീ ഈശോ കല്ലെറിഞ്ഞു കൊണ്ടുവരുമ്പോൾ ഈശോയുടെ മുമ്പിൽ നിർത്തിയിട്ട്, ഈശോയ്ക്ക് ചെറുപ്പകാലം തൊട്ട് അവള് വളർന്നു വന്ന സാഹചര്യം അറിയാം. എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ചെയ്താ, എനിക്ക് മറ്റുള്ളവരോട് എമ്പതി കാണിക്കാനായിട്ട് തോന്നുന്ന ഒരു കാര്യം ഇതാ. ഈശോയ്ക്ക് അവളുടെ പാസ്റ്റ് ഫുൾ അറിയാം. ഒരുപക്ഷെ അവള് ചെറുപ്പത്തിൽ ആരെങ്കിലും അവളെ ദുരുപയോഗിച്ചതായിരിക്കാം. അവളിങ്ങനെ ഒരു രീതിയിലേക്ക് വരാൻ അവൾ ആഗ്രഹിച്ച് വന്നായിരിക്കത്തില്ല. പക്ഷെ അവളുടെ ഏതോ ഒരു മുറിവ് പരിഹരിക്കപ്പെടാതെ, ഹീൽ ചെയ്യപ്പെടാതെ പോയി ഇങ്ങനെ ആയി പോയപ്പോഴേ ഈശോയ്ക്ക് ആ വ്യക്തിയെ ഇന്ന് കാണുമ്പോൾ പണ്ട് അവൾ കടന്നു വന്ന ഓരോ മുറിവും വേദനയും പരിഹരിക്കപ്പെടാത്തത്
ഇനി മേലിൽ പാവം ചെയ്യരുത്, സുഖപ്പെട്ടു എന്നുള്ള അത് ഈശോ ആ സൗഖ്യം കൊടുക്കുമ്പോൾ ആ ഒരു കരുണ നമുക്കൊരു വ്യക്തി ഡ്രഗ് അഡിക്റ്റഡ് ആണ്, ആൽക്കഹോളിസം ഉള്ള ആളാണ്, അല്ലെ മൊബൈൽ ഫോണിന്റെ അടിമത്തം ഉള്ളതാണ്, പക്ഷെ ഈ വ്യക്തി എവിടെയോ മുറിഞ്ഞു തകർന്നിട്ടാണ് ഇതിലേക്ക് പോയതെന്ന് തോന്നുന്ന ഒരു എമ്പതിയിലാണല്ലോ നമുക്ക് അവരെ കേൾക്കാൻ, വാലിഡേറ്റ് ചെയ്യാൻ, ആ ഒരു റപ്പോ ബിൽഡ് ചെയ്ത് അവരെ ഒന്ന് സഹായിച്ച് ഗൈഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നത്. ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? പക്ഷെ നമുക്കത് എളുപ്പമല്ല. പക്ഷെ എന്നാലും ഈ ഒരു മനോഭാവം ആർജിക്കാൻ വേണ്ടി കുറച്ചുകൂടെ കരുണ കാണിക്കാനും അതിന്റെ പുറകിലുള്ള കാര്യം, അതിന്റെ റൂട്ട് കോസ് എന്തായിരിക്കുമെന്നൊരു ക്യൂരിയോസിറ്റിയോടെ പ്രാർത്ഥിക്കാനും കരുണ കാണിക്കാനും പറ്റുന്നത് ഒരു ദൈവികതയാണെന്ന് തോന്നുന്നു. സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട്, ബലിയല്ല കരുണയാണ് നമുക്ക് ആവശ്യം. അഡിക്ഷൻ ഉള്ളവരെ നമ്മൾ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവനിലെ മനുഷ്യനെ നേടാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.